ഹായ് ഹലോ എവ്രി വൺ. സോ ഇന്ന് നമ്മൾ ആൻറ്റണിംസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് ചെയ്യാൻ പോകുന്നത്. ആൻറ്റണിംസിൻ്റെ കോൺസെപ്റ്റ് ക്ലാസ്സും പ്രോബ്ലം സോൾവിങ് ക്ലാസ്സിലൂടെയൊക്കെ നമ്മൾ ഒത്തിരി ക്വസ്റ്റ്യൻസിൽ ഫെമിലിയറായി. ഞാൻ അന്നേ പറഞ്ഞിരുന്നു ദാറ്റ് ആൻറ്റണിം സിനണിം പോലത്തെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ വൊക്കാബുലറിയിലാണ് വർക്ക് ചെയ്യേണ്ടത്. ദാറ്റ് മീൻസ് നമുക്ക് അറിയാവുന്ന വേർഡ്സിൻ്റെ എണ്ണം കൂട്ടുക, പുതിയ പുതിയ വേർഡ്സിൻ്റെ മീനിങ്സ് മനസ്സിലാക്കുക എന്നുള്ളത്. ആൻഡ് അതിനുള്ളൊരു എഫിഷ്യൻറ്റ് മെത്തേഡ് അല്ലെങ്കിൽ എഫക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് നോക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ആൻറ്റണിംസിൻ്റെ ആ ഒരു കാറ്റഗറിയിൽ നിന്ന് ഈ എക്സാംസിന് മുന്നേ ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ്. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 1. Choose the word which is opposite in meaning to the word audacious. Audacious എന്ന് പറയുന്ന വേർഡിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് വരുന്ന വേർഡ് ഏതാണ്? A. cowardly, B. manifest, C. obvious, D. venture. Audacious എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്താണ്? willing to do any risk അല്ലെങ്കിൽ willingness to do risks. ഇതാണ് audacious-ൻ്റെ അർത്ഥം. cowardly, manifest, obvious, venture. വെഞ്ചർ ചെയ്യാന്ന് വെച്ചാൽ ഗെറ്റിംഗ് ഇൻവോൾവ് ആണ്. ഓബ്വിയസ് ക്ലിയർ എന്നുള്ള അർത്ഥത്തിൽ. മാനിഫെസ്റ്റ് അറിയാം. ദെൻ കവേർഡ്ലി ആണ് കുറച്ച് പേടി എന്നുള്ള രീതിയിൽ വരുന്നത്. സോ റിസ്ക് ചെയ്യാനുള്ള ധൈര്യം അല്ലെങ്കിൽ വില്ലിങ്നെസ് ഇസ് ഒഡേഷ്യസ്നെസ് ആൻഡ് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് കവേർഡ്ലി ആണ്. സോ ആൻസർ ഇസ് കവേർഡ്ലി. ഓക്കെ, റൈറ്റ്. Moving on. Question number 2. Choose the word which is opposite in meaning to the word abominate. Abominate എന്ന് പറയുന്ന വേർഡിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് വരുന്ന വേർഡ് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം തന്നെ abominate എന്ന വാക്കിൻ്റെ അർത്ഥം നോക്കാം. Abominate means to hate someone to a greater extent. ഒരാളെ അതിഭയങ്കരമായിട്ട് ഹേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അബോമിനേറ്റ് എന്ന് പറയുന്നത്. ഇതിൽ ഗ്രാറ്റിഫൈ, എസ്റ്റീം, കൺസോൾ ആൻഡ് സപ്പോർട്ടാണ് ഓപ്ഷൻസ് വരുന്നത്. ഗ്രാറ്റിഫൈ എന്ന് പറഞ്ഞാൽ പ്ലഷർ കൊടുക്കുക എന്നുള്ള അർത്ഥമാണ്. എസ്റ്റീം ഇസ് റെസ്പെക്റ്റ്, കൺസോൾ ആശ്വസിപ്പിക്കുക, സപ്പോർട്ട് ചെയ്യാം, ഇങ്ങനെയാണല്ലോ വരുന്നത്. അപ്പോൾ നോക്കുവാണെങ്കിൽ ഹെയ്റ്റിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്നതാണല്ലോ. സോ ഇറ്റ്സ് എസ്റ്റീം. കൺസോളും സപ്പോർട്ടും ഇതുമായിട്ടൊരു ലിങ്ക് വരുന്ന അല്ലെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള വേർഡ്സ് അല്ല. ഗ്രാറ്റിഫൈ അതുപോലെ തന്നെ. നമുക്ക് എസ്റ്റീമാണ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് ബെസ്റ്റായിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയാൻ പറ്റുന്നത്. സോ എസ്റ്റീം ഇസ് ദി ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 3. Choose the word which is opposite in meaning to the word abhor. Abhor എന്ന് പറഞ്ഞ വേർഡിൻ്റെ മീനിങ് എന്താണ്? ഹേറ്റ്രഡ് എന്നുള്ളതാണ്. എക്സ്ട്രീം ഹേറ്റ്രഡ് എന്നുള്ളത് തന്നെയാണ് അബോർ എന്ന വേർഡിൻ്റെ മീനിങ്. ഇൻസ്പയർ, ക്രെഡിറ്റ്, ഇംപ്രൂവ്, ഗ്രേറ്റ്ലി അഡ്മയർ. ഇതിൽ ഇൻസ്പയർ, ക്രെഡിറ്റ്, ഇംപ്രൂവ് എല്ലാം വേറെ സെൻസിൽ വരുന്ന വേർഡ്സ് ആണ്. ഗ്രേറ്റ്ലി അഡ്മയർ മാത്രമാണ് നമുക്കിതിൻ്റെ ഓപ്പോസിറ്റ് ഇൻ മീനിങ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള വാക്ക്. സോ ഗ്രേറ്റ്ലി അഡ്മയർ ഇസ് ദി ആൻസർ. ഓക്കെ, റൈറ്റ്. Question number 4. Choose the word which is opposite in meaning to the word enormous. Enormous എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എല്ലാവർക്കും അറിയാം, ബിഗ് എന്നാണ്. ആൻഡ് സോ it's not soft, it's not average, it's not weak, it's tiny. Answer is option C, tiny. Okay. ഞാൻ പറഞ്ഞ പോലെ ഇതെല്ലാം ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇത് IPMAT റൂടെക് സാമ്പിൾ പേപ്പർ 2020 നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 5. Choose the word which is opposite in meaning to the word unbounded. Unbounded എന്ന് പറയുന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് മീനിങ്. അൺബൗണ്ടഡ് എന്ന് പറഞ്ഞാൽ ഒരു മീനിങ് വരുന്നത് ലിമിറ്റ്ലെസ് എന്നാണ്, ഒരു ലിമിറ്റും ഇല്ലാത്തത്. ആൻഡ് അതുമായിട്ട് ഓപ്പോസിറ്റ് വരുന്ന വേർഡ് ഇംപ്രിസൻഡ്, അഗ്രസീവ്, റെസ്ട്രിക്റ്റഡ്, ഫിയർഫുൾ. ഇതിൽ നോട്ട് ഫിയർഫുൾ, നോട്ട് അഗ്രസീവ്. ഇംപ്രിസൻഡ് ആണോ റെസ്ട്രിക്റ്റഡ് ആണോ എന്നൊരു ഡൗട്ട് വരും. ബട്ട് ഇംപ്രിസൻറ്റിൽ കുറച്ചുകൂടെ എന്താണ്, ഇറ്റ്സ് ലൈക്ക് ഒരു പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന പോലെയാണ്. ഇംപ്രിസൻ ചെയ്യാന്ന് പറഞ്ഞാൽ യു നോ ദാറ്റ് യു ആർ ഇംപ്രിസൻഡ് ഇൻ ജയിൽ, അതൊരു അങ്ങനത്തെ ആക്ടിവിറ്റിയാണ്. പക്ഷേ ലിമിറ്റ്ലെസ് എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് കുറച്ചുകൂടെ ആപ്റ്റായിട്ട് വരുന്ന വാക്ക് റെസ്ട്രിക്റ്റഡ് ആണ്. സോ റെസ്ട്രിക്റ്റഡ് ഇസ് ദി ആൻസർ. ഓപ്ഷൻ സി ഇസ് ദി ആൻസർ. ഇത് IPMAT ഇൻഡോർ 2019 ക്വസ്റ്റ്യൻ ആണ്. സോ
വി കം ടു ദ എൻഡ് ഓഫ് ദ സെഷൻ ഓൺ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ. അപ്പോൾ ഇത്രയൊക്കെയാണ്, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടത്. ആൻഡ് അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന എക്സാംസിനും നമുക്ക് ഇത് തന്നെയായിരിക്കും എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് കൂടുതൽ വേർഡ് നോളജ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. കീപ് ഡൂയിങ് ദാറ്റ് ആൻഡ് റെഫർ ടു ദ വാല്യൂ ആഡഡ് നോട്ട്. ടോപ്പിക് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുക. ഓക്കെ, I'll see you in next video. Thank you.